നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിരോധിത രാസലഹരിയായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പ്രതിക്ക് MDMA കൈമാറുകയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെടുകയും ചെയ്ത പ്രതിയും 2 കൂട്ടാളികളും അറസ്റ്റിൽ. ദീർഘകാലം CPIM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KK മാമക്കുട്ടിയുടെ 9ാം ചരമവാർഷികത്തിൽ സ്മരണാഞ്ജലിയുമായി പ്രവർത്തകർ. LDF സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണ്ണവേട്ടയിൽ പ്രതിഷേധിച്ച് അവളിശ്ശേരിയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ നാമജപയാത്ര. കോൺഗ്രസ് അവളിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. നിരോധിത രാസലഹരിയായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പ്രതിക്ക് MDMA കൈമാറുകയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെടുകയും ചെയ്ത പ്രതിയും 2 കൂട്ടാളികളും അറസ്റ്റിൽ. MDMA-യുമായി എട്ടുമല സ്വദേശി മുടിയൻ എന്ന് വിളിക്കുന്ന പുതിയേടത്ത് വീട്ടിൽ ജിഷ്ണുവിന് MDMA നൽകിയ സംഭവത്തിൽ കൈവിലങ്ങുമായി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഇരട്ട കൊലപാതക കേസിലെ പ്രതി ഡയമണ്ട് എന്ന ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച പെരിഞ്ചേരി വട്ടമാവ് സ്വദേശി ഏറാട്ട് വീട്ടിൽ ദിൽജിത്ത്, പെരിഞ്ചേരി ത്രിവേണി നഗർ സ്വദേശി അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡൻസാഫ് സംഘവും ചേർപ്പ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. എട്ടുമനയിലുള്ള വീട് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി പോലീസിന് നേരത്തെ രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡൻസാഫ് സംഘം പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. ജിഷ്ണുവിനെ 11.650 ഗ്രാം MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജിഷ്ണുവിന് MDMA നൽകിയത് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ചൊവ്വൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ജിനു ജോസ് ആയിരുന്നു. ജിനു ജോസ് ഈ കേസിലെ 2ാം പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ചൊവ്വൂരുള്ള ഫാം കേന്ദ്രീകരിച്ച് പ്രതി ജിനു ജോസ് വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണ സംഘം സ്ഥലത്തെത്തിയ സമയത്ത് ജിനു ജോസിനെ വീടിന് സമീപത്ത് കണ്ടെത്തി. കൊലപാതക കേസിലും പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയായതിനാൽ സ്വയരക്ഷാർത്ഥം പോലീസ് ഇയാളെ വിലങ്ങണിയിപ്പിച്ചു. ഇതിനിടെ സംഘത്തിലുണ്ടായിരുന്ന ഗ്രേഡ് SI മൂസയെ തള്ളി വീഴ്ത്തി ജിനു രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും വിവരം കൈമാറുകയും വാഹന പരിശോധന നടത്തി വരികയുമായിരുന്നു. അന്വേഷണത്തിനിടെ വെള്ളിയാഴ്ച പ്രതി ജിനു ജോസ് പെരിഞ്ചേരി ഭാഗത്തുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള തിരച്ചിലിൽ ഒരു വീടിന്റെ ടെറസിൽ പ്രതി ജിനു ജോസ് ഉള്ളതായി കണ്ടെത്തി. ഇതിനിടെ പോലീസിനെ കണ്ട ജിനു ജോസ് വീടിന്റെ ടെറസിൽ നിന്ന് ചാടി ഓടിയെങ്കിലും പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സ്ഥലത്ത് നിന്ന് ജിനു ജോസിന്റെ കയ്യിലുള്ള വിലങ്ങ് മുറിക്കാനും രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായിച്ചതിനാണ് കൂട്ടാളികളായ നെടുപുഴ പോലീസ് സ്റ്റേഷൻ റൌഡിയായ ദിൽജിത്ത്, അരുൺ എന്നിവർ അറസ്റ്റിലായത്. പ്രതി ജിനു ജോസ് പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 2019 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും 3 വധശ്രമ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ 2 കേസുകളിലും മാരകായുധം കൈവശം വയ്ക്കുക, മോഷണം, അടിപിടി എന്നിവയടക്കം 14 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പ്രതി ദിൽജിത്ത് 5 അടിപിടി കേസുകളിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസുകളിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിലുമടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ അരുൺ തൃശൂർ, മലപ്പുറം ജില്ലകളിലായി മയക്കുമരുന്ന് വിൽപ്പന, മോഷണം എന്നിങ്ങനെ 4 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. പ്രതി ജിഷ്ണു ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2016 വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നുമായി അറസ്റ്റിലായ കേസിലെ പ്രതി കൂടിയാണ്. അറസ്റ്റിലായ പ്രതികളെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി. ദീർഘകാലം CPIM ജില്ലാ സെക്രട്ടറിയും
സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന കെ മാമക്കുട്ടിയുടെ 9ാം ചരമവാർഷികത്തിൽ സ്മരണാഞ്ജലിയുമായി പ്രവർത്തകർ. ഊരകത്തെ സ്മൃതി കുടീരത്തിലായിരുന്നു ചടങ്ങ്. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന അനുസ്മരണ സമ്മേളനം KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഷാജൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, P ചന്ദ്രൻ, സെബി ജോസഫ്, PK ലോഹിതാക്ഷൻ, M മധു, ഊരകം ലോക്കൽ സെക്രട്ടറി PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മാമൂട്ടിയുടെ നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കാത്ത ഒരു മനുഷ്യനുമില്ല. അത് നമ്മൾ മനസ്സിലാക്കി പോകണം. അതിങ്ങനെ പറയാൻ കാരണം ജോസഫ് ചില സൂചന പറഞ്ഞു, പ്രാദേശിക തിരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ മാമൂട്ടിയുടെ ലെജൻഡ് ഇതിഹാസം എന്നൊക്കെ പറഞ്ഞ നടത്തല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ പാർട്ടി പരിപാടി തന്നെ. അത് പാർലമെൻ്ററി പ്രവർത്തനങ്ങളും പാർലമെൻ്ററി ഇതര പ്രവർത്തനം സംയോജിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ഇതിൻ്റെ പ്രതിജ്ഞാബദ്ധമായ പ്രസ്ഥാനം. പക്ഷേ ആ സ്ഥാനത്തിരിക്കുന്ന മാമൂട്ടിയേട്ടൻ എത്രയോ 30 കൊല്ലത്തിലധികം അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. 953 പാർട്ടി മെമ്പർഷിപ്പിൽ മാമൂട്ടിയുടെ വരുന്നത്. 6.5 പതിറ്റാണ്ട് അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തി. ഈ സംസ്ഥാന കമ്മിറ്റി ആയിരുന്ന ആൾക്ക് ഒരിക്കലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തോന്നിയിട്ടില്ല. ഒരു ഏതെങ്കിലും തരത്തിൽ അസംബ്ലി ഒന്നും തോന്നിയിട്ടില്ല. അത് പാപമൊന്നുമല്ല, അറിഞ്ഞിരിക്കേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാപവും ചാവദോഷമൊന്നുമല്ല നസ്രാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ അദ്ദേഹം തോന്നിയില്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ വഴിയാണ്. LDF സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണ്ണ വേട്ടയിൽ പ്രതിഷേധിച്ച് അവണിശ്ശേരിയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ നാമജപയാത്ര. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പന്റെ ചിത്രവും പുഷ്പാർച്ചനയോടെയുമായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. നാമജപയാത്രയ്ക്ക് ശാസ്താംപാട്ടിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു. 100ഓളം പ്രവർത്തകരാണ് നാമജപയാത്രയിൽ അണിചേർന്നത്. ആനക്കല്ല് സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC സെക്രട്ടറി A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP അനൂപ്, KR ശ്രീനിവാസൻ, AB അനീഷ്, VI ജോൺസൺ, രാജൻ നടുവിൽ, NR ചന്ദ്രൻ, ചന്തു സുരേന്ദ്രൻ, NB ശ്രീജിത്ത്, ജോയ് പയ്യപ്പള്ളി, CK വിനോദ്, VI ജിനീഷ്, അതുൽ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നെറികെട്ട സർക്കാരിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കുന്നതിന്റെ പ്രതീകമായി പ്രവർത്തകർ ആനക്കല്ല് സെന്ററിൽ കർപ്പൂരമൊഴിഞ്ഞ് തേങ്ങ ഉടച്ച് പ്രതിഷേധിച്ചു. പുതുക്കാട് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി ഇടിച്ച് റെയിൽവേ ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഒഴിവായത് വലിയ ദുരന്തം. ലോറി ഇടിച്ചതിനെ തുടർന്ന് ഗേറ്റ് വൈദ്യുതി കമ്പിയിൽ തടഞ്ഞു നിന്ന നിലയിലായിരുന്നു. ഹൈ വോൾട്ടേജ് വൈദ്യുതി പ്രവഹിക്കുന്ന സമയമായതിനാൽ ലോറിയുടെ മുകളിലേക്ക് തീപ്പൊരി ചിതറിയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടരാതിരുന്നത് വൻ അപകടമാണ് ഒഴിവാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് മുറിഞ്ഞ് വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പരശുറാം എക്സ്പ്രസിന് പോകാൻ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ലോറി കടന്നു പോകാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ഗേറ്റിൽ ഇടിച്ചതറിയാതെ ലോറി മുന്നോട്ടെടുക്കുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ലോറി പുറകിലേക്ക് മാറ്റി. റെയിൽവേ കരാർ ജീവനക്കാരെത്തി വൈദ്യുതി കമ്പിയിൽ കുരുങ്ങിയ ഗേറ്റ് എടുത്തുമാറ്റി. അപകടത്തെ തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയർ വിഭാഗം സ്ഥലത്തെത്തി വൈദ്യുതി കമ്പിയിലെ അറ്റകുറ്റപ്പണികൾ നടത്തി. അപകടത്തെ തുടർന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചുവിട്ടെങ്കിലും 2:30യോടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗേറ്റ് തകർന്നതോടെ പുതുക്കാട് ഇരിങ്ങാലക്കുട ഊരകം റോഡിൽ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. വിവിധ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വൈകിക്കുന്ന കരാറുകാർക്കെതിരെ പരാതിയുമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുമാണ് ഇതു സംബന്ധിച്ച പരാതി നൽകിയത്. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ കുഴികൾ രൂപപ്പെട്ട് അപകടാവസ്ഥയിലായതായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി
അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് നടപടി തുടങ്ങിയിരുന്നു. 1,41,29,792 രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരുമായി വ്യവസ്ഥയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ മഴക്കാലം എന്ന കാരണം പറഞ്ഞ് കരാറുകാർ അറ്റകുറ്റപ്പണിക്ക് തയ്യാറാകുന്നില്ല. ഇതിനിടെ കരാറുകാരുടെ യോഗം വിളിച്ച് ചേർത്തെങ്കിലും മഴക്കാലം കഴിയട്ടെ എന്നായിരുന്നു അവരുടെ നിലപാട്. റോഡുകളുടെ ശോചനീയാവസ്ഥ വിദ്യാർത്ഥികളടക്കമുള്ളവർ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പഞ്ചായത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്ന സാഹചര്യമാണുള്ളത്. ഇത് കണക്കിലെടുത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, ഷൈജ ഉദയകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ BJP കോൺഗ്രസ് അത് നിങ്ങൾക്ക് അവരുടെ പിന്നാമ്പറങ്ങൾ നോക്കിയാൽ അറിയാം അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് അവരോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ റോഡ് പണി ചെയ്യും. എന്താ വെച്ചാൽ ഈ ലോകത്ത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായത് സഞ്ചാരമാണ്. അത് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സൈക്കിളിന് പോലും പോകാൻ സാധിക്കുന്നില്ല. പുഴകളിൽ വീഴുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം, അപകടം പറ്റണം. അപ്പോൾ മഴ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ലെറ്റർ പേഡിൽ എഴുതി ഒപ്പിട്ട് സീൽ വെച്ച് തരാം. എന്തെന്ന് നിങ്ങളിപ്പോൾ റോഡ് പണിതിട്ട് ഒരാഴ്ചക്കുള്ളിൽ മഴ പെയ്ത റോഡിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ മെയിൻ്റനൻസിന് ചെയ്യാനായിട്ട് പൈസ തരാം എന്ന് കൂടെ പറഞ്ഞിട്ട് അവർ ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ UDFൻ്റെ ഒരു ജാഥ ഈ അടുത്ത കാലത്തായിട്ട് അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ അതിൽ ഈ റോഡ് പണിയാണ് പ്രധാനപ്പെട്ടത്. അത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് റോഡ് പണി നടക്കാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ പഞ്ചായത്തിന്റെ അനാസ്ഥ ഉണ്ടോന്ന് നിങ്ങൾക്ക് അതിൽ ഞാൻ തന്നിട്ടുണ്ട് 15 റോഡുകളിൽ എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ നമ്പറും ഇതും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താന്നുള്ളതിന്റെ ഒരു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ നഷ്ടപ്പെട്ട പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കോൺഗ്രസ്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് ആവശ്യമുന്നയിക്കുന്നത്. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടികയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം 5 പഞ്ചായത്തുകളിലെ 10 സംവരണ സീറ്റുകളാണ് നഷ്ടമായത്. ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട് എന്നീ 5 പഞ്ചായത്തുകളിലാണ് സംവരണ സീറ്റുകൾ നഷ്ടമായത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും സംവരണങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചു ലഭിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ഷൈൻ നാട്ടിക ആവശ്യപ്പെട്ടു. 2011 20,481 ആണ് പട്ടികജാതി ജനസംഖ്യ. 4,702 കുടുംബങ്ങളാണ് ഇതിലുള്ളത്. എന്നാൽ സെൻസസ് ഉദ്യോഗസ്ഥർ 20,481 എന്ന ജനസംഖ്യ 4,702 എന്ന് തെറ്റായി ചേർത്തതാണ് സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുവാൻ കാരണമാക്കിയത്. സംവരണ ആനുകൂല്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. ഈ മാസം 18-ന് തൃശൂർ കളക്ടറേറ്റിൽ നടക്കാനിരിക്കുന്ന തളിക്കുളം ബ്ലോക്ക് സംവരണ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്നും ഷൈൻ നാട്ടിക ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KV സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി CK ഉല്ലാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്തിൽ 3 സംവരണ സീറ്റുകളുണ്ടായിരുന്നു. അതിലൊരെണ്ണം SC ജനറലും ബാക്കി 2 SC വനിതയുമായിരുന്നു. അത് ഇതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും SC വനിത എന്നുള്ളത് ഇല്ലാതായി, SC ജനറൽ മാത്രമായി. അതിന് കാരണം ഇത് 2011 സെൻസസിലുണ്ടായിരുന്ന ഒരു പിഴവ് മൂലമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ പട്ടികജാതിക്കാരുടെ കുറഞ്ഞുകൊണ്ടാണെന്ന് വിചാരിക്കും. അല്ല, പട്ടികജാതിക്കാർ ആദ്യത്തെ സെൻസസ് പ്രകാരം 21,000 പേരും കുടുംബങ്ങൾ 4,702 പേരുമാണ്. അങ്ങനെ സെൻസസ് എടുക്കുന്നത് ആ സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 2011 ശേഷം
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരുടെയോ പിഴവ് മൂലം എണ്ണം എഴുതുന്ന സ്ഥലത്ത് കുടുംബങ്ങളുടെ എണ്ണം എഴുതിപ്പോയി. അതായത് 21,000 എഴുതുന്ന സ്ഥലത്ത് 4,702 1,33,000 നമ്മളുടെ ഈ ബ്ലോക്കിൽ 5 പഞ്ചായത്തിലെ മൊത്തം ജനസംഖ്യ. അതിൻ്റെ 15% ആദ്യ പട്ടികജാതിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ 15% സംവരണത്തിൽ സീറ്റ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്, ബ്ലോക്കിലായാലും പഞ്ചായത്തിൽ. അങ്ങനെയാണ് ഏകണ്ടൂർ പഞ്ചായത്തിൽ 3 വാടാനപ്പള്ളി പഞ്ചായത്തിൽ 3, തളിക്കുളം പഞ്ചായത്തിൽ 3, നാട്യ പഞ്ചായത്തിൽ 3, തളിക്കുളം വലപ്പാട് പഞ്ചായത്തിൽ 3. പക്ഷെ ഇപ്പോൾ ഇവരൊക്കെ നടത്തിയുള്ള പിഴവ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് 3%. 4,700 അല്ലെങ്കിൽ 6,700 പട്ടികജാതി അംഗങ്ങളുള്ളതെന്നുള്ള തരത്തിലേക്ക് സെൻസസ് പോയി. വ്യത്യസ്തമായ രീതിയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വിവാഹ ക്ഷണക്കത്ത്. താനം ഗ്രാമപഞ്ചായത്ത് അംഗമായ ആന്റോ തൊറയനാണ് തന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയത്. ആദ്യകാല കത്തിടപാടുകൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് ആന്റോ തൊറയൻ തന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയത്. മൊബൈൽ അതിപ്രസരത്തിലും സ്വന്തം വിവാഹ ക്ഷണ പത്രിക ഇൻലൻഡിലും പോസ്റ്റ് കാർഡിലുമായാണ് എഴുതി തയ്യാറാക്കിയത്. താനം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് അംഗമാണ് ആന്റോ തൊറയൻ. നവംബർ 9-നാണ് വിവാഹം. വധുവായ നിത കോടാലി സ്വദേശിനിയാണ്. സമീപത്തെ പോസ്റ്റ് ഓഫീസുകളിലൊന്നും ഇൻലൻഡ് കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഇൻലൻഡ് ലഭ്യമായത്. പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സഹോദരി പുത്രി അന്ന റോസും ക്ഷണപത്രിക തയ്യാറാക്കാൻ ആന്റോ തൊറയന് സഹായിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KC വേണുഗോപാൽ MP, രമേശ് ചെന്നിത്തല MLA തുടങ്ങിയ രാഷ്ട്രീയ സാഹിത്യ മേഖലയിലുള്ളവർക്കും വിവാഹ ക്ഷണക്കത്ത് അയച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,340 രൂപ, പവന് 90,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിരോധിത രാസലഹരിയായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. പ്രതിക്ക് MDMA കൈമാറുകയും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെടുകയും ചെയ്ത പ്രതിയും 2 കൂട്ടാളികളും അറസ്റ്റിൽ. ദീർഘകാലം CPIM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന KK മാമക്കുട്ടിയുടെ 9ാം ചരമവാർഷികത്തിൽ സ്മരണാഞ്ജലിയുമായി പ്രവർത്തകർ. LDF സർക്കാരിന്റെ ശബരിമലയിലെ സ്വർണ്ണവേട്ടയിൽ പ്രതിഷേധിച്ച് അവണിശ്ശേരിയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ നാമജപയാത്ര. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.